ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കോള് വറുത്ത കറിയാണ് ഇന്ന് വെക്കുന്നത്. വെള്ളം ചേർക്കാതെ കോള് വറുത്ത കറിയാണ് ഞാൻ വെക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഇതെല്ലാവരും ഉണ്ടാക്കുന്നൊരു കറിയാണിത്. വെള്ളം ചേർക്കാതെ കോള് കറി, കോള് വറുത്ത കറിയാണ്. ഞാനൊരു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. കോളട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ചേർക്കാതെ വറുത്ത കറിയാണ്. ഞാനിതിലേക്ക് രണ്ട് സവാള ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ഒരു ബ്രൗൺ കളർ വരുന്നവരെ ഞാൻ വഴറ്റുന്നില്ലേ. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് തക്കാളി വലുത് ചേർത്താൽ ഒരു പുളിയെല്ലാം വെള്ളമെല്ലാം ആവും. വെള്ളം ചേർക്കാനൊരു കറിയാണിത്. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റണം. ഇത് വെള്ളം ചേർക്കാനുള്ള ഒരു കറിയാണിത്. കോള് വറുത്ത കറി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ഞാൻ ഇത് കുറച്ച് മസാലയിൽ ചേർക്കുന്നതിൽ ചിക്കൻ മസാലയുണ്ട്, ഗരം മസാലയുണ്ട്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു മണം വരാൻ വേണ്ടിയിട്ട്. കോള് ചെറിയതല്ലേ, ചെറിയൊരു ഇറച്ചിയല്ല കോള്, അതുകൊണ്ട് നല്ലൊരു മണം വരാൻ വേണ്ടി ഞാൻ ഇതിൽ മസാലയിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അപ്പോൾ നല്ലൊരു വറുത്ത കറിയാണ് ഇത് വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ട് വഴറ്റണം. ഞാൻ കുറച്ച് കോള് വാങ്ങിയിട്ടുണ്ട്. ഇതിനെ കറി വെക്കാനാണ് ഇങ്ങനെ കാണിക്കുന്നത്. കോള് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ കുറച്ച് കോള് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോള് അട ചൂടാൻ വിചാരിച്ചു. അങ്ങനെ കോള് വറുത്ത കറി വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കാം. ഞാൻ അടക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വറുത്ത കറിയാക്കുന്നത്. ഇതിൽ വെള്ളം ചേർക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കോളിറച്ചി പെട്ടെന്ന് വേവുന്നതാണ്. വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നല്ലൊരു വറുത്ത കറിയാണിത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. വെള്ളം ചേർക്കാതെ ഞാൻ വെക്കുന്നതാണ്. പിന്നെ അതിൽ വെള്ളുള്ളി ചതച്ചിട്ട് തേങ്ങ ഇതിൽ തന്നെ തിരുമ്മിയാൽ മതി. തേങ്ങ നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ടെടുക്കാം. നല്ലൊരു വറുത്ത കറിയായിട്ട് ഇടുന്നു. അപ്പോൾ നമുക്കിത് അട ഉണ്ടാക്കാം. ഇതിലേക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വറുത്ത കറി വെക്കുന്നത്. ഒരു വെള്ളം ചേർക്കാനുള്ള കറിയാണ്. നല്ല വെന്തിട്ട് കിട്ടീന്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് കുറച്ച് ഉപ്പ് ഉണ്ടാകാൻ നോക്കണേൽ ഞാൻ കുറച്ച് ഇട്ടിപ്പോൾ നല്ലൊരു പാകത്തിന് ഉപ്പായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വറുത്ത കറിയാണ് വെച്ചിട്ടുണ്ട്. വട ഉണ്ടാക്കുന്നതിന് അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം. വട ഉണ്ടാക്കുന്നതിന് ഒരു വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്ത കറി വെച്ചിട്ടുണ്ട്. ഓക്കെ.